ടു എൻലൈറ്റ് IAS ടോപ്പേഴ്സ് ടോക്ക്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് UPSC സിവിൽ സർവീസ് പരീക്ഷയിൽ 481 റാങ്ക് നേടിയ അശ്വതിയാണ്. വെൽക്കം അശ്വതി ആൻഡ് കൺഗ്രാറ്റ്സ് ഓൺ യുവർ വിക്ടറി. താങ്ക് യു. ഓക്കെ, അശ്വതിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? അശ്വതി എവിടെ നിന്നാണ്, എന്താണ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, ഇതുവരെയുള്ള ജേർണി എങ്ങനെയായിരുന്നു എന്നൊക്കെ? ശരിക്കും സിവിൽ സർവീസിന് വരണം എന്ന് പറയുന്ന ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടാകുന്നത് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഞാൻ 10ാം ക്ലാസ് വരെയും പഠിച്ചത് എൻ്റെ വീടിനടുത്തുള്ള ഗവൺമെൻറ് ഹൈസ്കൂൾ കരിക്കകം എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ഗവൺമെൻറ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് +1 +2 കോട്ടൺ ഹിൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. അതിനുശേഷം ഞാൻ എഞ്ചിനീയറിംഗ് ആണ് ചൂസ് ചെയ്തത്. അതിനായി ഇവിടെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ബാട്ടൺ ഹില്ലിലാണ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ട്രിപ്പിൾ ആണ് പഠിച്ചത്. 2015 പാസ് ഔട്ടായി. ദെൻ 2 വർഷം ജോലി ചെയ്തു ടാറ്റ കൺസൾട്ടൻസി സർവീസസിൽ. ദെൻ 2017 അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് ഫുൾ ടൈം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഇറങ്ങുകയായിരുന്നു സിവിൽ സർവീസിന്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതുവരെയുള്ള ഒരു ജേർണി. അതെ. അപ്പോൾ ഈ ഒരു സിവിൽ സർവീസ് എന്നുള്ളൊരു മോഹം എപ്പോഴാണ്? ഒരു ചൈൽഡ്ഹുഡ് ഡ്രീം ആയിരുന്നോ, അതോ മീൻ വൈൽ എപ്പോഴെങ്കിലും പിക്കപ്പ് ചെയ്തൊരു ഡ്രീം ആയിരുന്നോ? അല്ല, ശരിക്കും ഞാൻ കുട്ടിക്കാലത്ത് തന്നെ, അതായത് എൻ്റെ ഓർമ്മയിൽ 2006 മുതൽ എനിക്ക് ഈ ഒരു സിവിൽ സർവൻ്റ് ആകണം, ഒരു IAS ആകണം എന്നൊരാഗ്രഹം എൻ്റെ 8ാം ക്ലാസ് മുതലാണ് വരുന്നത്. ആ സമയത്ത് എൻ്റെ മാമൻ ഡെപ്യൂട്ടി തഹസിൽദാർ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് മാമൻ ഇങ്ങനെ നളിനി നെറ്റോ മാമിനെ പറ്റി ഒരുപാട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ അതാണെന്ന് തോന്നുന്നു എൻ്റെ ഒരു ഫസ്റ്റ് ട്രിഗർ സിവിൽ സർവീസസിലോട്ട് വരാനായിട്ട്. പിന്നീട് എൻ്റെ ഒരു ടീച്ചർ, എൻ്റെ ഷീല എന്ന് പറയുന്ന എൻ്റെ ഒരു ഹിന്ദി ടീച്ചർ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ആ സമയത്താണ് തന്മാത്ര ഫിലിം റിലീസാവുന്നത്. അപ്പോൾ അതിനുശേഷം അതിൽ മോഹൻലാൽ സാറ് കുട്ടി ജനിക്കുമ്പോൾ മുതൽ ഒരു ഡയറി സൂക്ഷിക്കുന്നുണ്ട്, കറണ്ട് അഫയേഴ്സ് ഒക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ ടീച്ചർ ആ സിനിമ കണ്ടതിന് ശേഷം അശ്വതിക്ക് സിവിൽ സർവീസിലോട്ട് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലുള്ള കറണ്ട് അഫയേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, സോ അതൊക്കെ ഇപ്പോഴേ നമ്മളിങ്ങനെ പരിശീലിക്കണം, അതൊക്കെ എഴുതി വെക്കണം, എഴുതി സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഡയറി തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ആദ്യത്തെ ന്യൂസ് എഴുതുന്നത് 2006 അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കഴിഞ്ഞ 15 വർഷങ്ങളായി ഈ ഒരു ഡ്രീം എനിക്കുണ്ട് എന്ന് വ്യക്തമായി പറയാൻ കഴിയുന്നത് ആ ഒരു ഡയറി എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ്. പിന്നീടും എൻജിനീയറിംഗിന് പോയി കഴിഞ്ഞതിന് ശേഷവും ഒരു ജോലി റിസൈൻ ചെയ്തിട്ട് വരുമ്പോഴും ഒക്കെ ഫുൾ ടൈം പ്രിപ്പറേഷന് വേണ്ടി തന്നെയായിരുന്നു ഒരു 2 ഇയറിലുള്ള ഒരു ജോലി തന്നെ ചൂസ് ചെയ്തത്. അത് കഴിഞ്ഞ് ബോണ്ട് കഴിയുന്ന ഉടനെ പീരീഡിൽ തന്നെ റിസൈൻ ചെയ്ത് ഫുൾ ടൈം പ്രിപ്പറേഷനിൽ വന്നു. അപ്പോൾ ആദ്യത്തെ അറ്റംപ്റ്റിലൊക്കെ അതായത് ആദ്യത്തെ 3 അറ്റംപ്റ്റിലും പ്രിലിംസ് തന്നെയും ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതെൻ്റെ 4th അറ്റംപ്റ്റ് ആണ്. അപ്പോൾ ഇതിൽ തന്നെ ഒറ്റ സ്റ്റെപ്പിൽ മെയിൻസും ഇൻ്റർവ്യൂവും കടന്ന് ലിസ്റ്റിൽ വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അടിപൊളി. അപ്പോൾ ഒരു 3 അറ്റംപ്റ്റ് ഓൾറെഡി കൊടുത്തു, ഇത് 4ാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. 4ാമത്തെ അറ്റംപ്റ്റിൽ പ്രിലിംസ് കവർ ചെയ്തു, മെയിൻസ് കവർ ചെയ്തു, പേഴ്സണാലിറ്റി ടെസ്റ്റും കവർ ചെയ്തു. അപ്പോൾ അതൊരു അടിപൊളി വിക്ടറിയാണ്. അപ്പോൾ ഇത്തവണ ആദ്യമായിട്ടാണ് മെയിൻസ് എഴുതുന്നത്. ഒറ്റ തവണ തന്നെ അത് അടിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രാറ്റജി ഒക്കെ എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ? അതിനെന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടിരുന്നോ എന്നൊക്കെ ഒന്ന് പറയുമോ? ഞാൻ ഈ കഴിഞ്ഞ 3 തവണയായിട്ടും പ്രിലിംസ് ക്ലിയർ ചെയ്യാതിരുന്ന സമയത്ത് പ്രിലിംസ് മാത്രമായിരുന്നില്ല പഠിച്ചിരുന്നത്. അപ്പോൾ ഓരോ ഇയറിലും അത് പ്രിലിംസ് ഫെയിലിയർ ആകുമ്പോൾ ആ സമയത്ത് ഇവിടെ എൻലൈറ്റ് IASൽ ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാമിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിൻസ് എക്സാം നടക്കുന്ന സമയത്ത് തന്നെ സാധാരണ കുട്ടികൾക്കായിട്ടുള്ള ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാമിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഏഞ്ചൽ ചേച്ചിയായിരുന്നു എൻ്റെ ഇവിടുത്തെ ആദ്യത്തെ മെൻറ്റർ. എൻ്റെ ആൻസർ റൈറ്റിംഗ് പേപ്പേഴ്സ് ചേച്ചിയായിരുന്നു സ്ഥിരം കറക്റ്റ് ചെയ്യാറുണ്ടായിരുന്നത്. അപ്പോൾ ചേച്ചി ഒരുപാട് യൂസ്ഫുൾ ഇൻഫർമേഷൻസ് തരുമായിരുന്നു. നമ്മൾ ഇങ്ങനെയാണ് സ്ട്രാറ്റജി ചെയ്യേണ്ടത്, സ്ട്രക്ചറിങ് എങ്ങനെയാണ്, ഒരു ആൻസർ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ആദ്യത്തെ ഇൻപുട്ട് തരുന്നത് ഏഞ്ചൽ ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി ഇപ്പോൾ ഓർക്കുന്നു ഒരുപാട് സന്തോഷത്തോടെ. അത് കഴിഞ്ഞതിന് ശേഷം അനൂപ് സാറും ഗൗതമൻ സാറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ എൻ്റെ ആൻസർ റൈറ്റിംഗ്, അതായത് ഗൗതമൻ സാർ എൻ്റെ ഒരു പേപ്പർ, എനിക്ക് തോന്നുന്നു അതൊരു കോർപ്പറേറ്റ് ഗവേണൻസിനെ കുറിച്ചുള്ളൊരു ചോദ്യത്തിൽ ഗൗതമൻ സാർ അന്ന് ആദ്യമായിട്ടാണ് സാർ എൻ്റെ പേപ്പർ കറക്റ്റ് ചെയ്യുന്നത്, പേപ്പർ തരുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ സാർ ആദ്യം പറഞ്ഞ ഒരു ഡയലോഗ് എന്ന് പറയുന്നത്, അശ്വതി എന്തായാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ പേപ്പറിൽ ആഘോഷിച്ചിട്ടുണ്ട് എന്നായിരുന്നു സാറ് പറഞ്ഞത്. അപ്പോൾ അന്ന് ആ ഡയലോഗ് കേട്ട് ഞാൻ ഒരുപാട് ചിരിച്ചു.
ചോദിച്ചു. പക്ഷേ ശരിക്കും അതായിരുന്നു UPSCക്ക് വേണ്ടതെന്ന് സാറ് പിന്നീട് പറഞ്ഞു. കാരണം മെയിൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു 20 ചോദ്യങ്ങളുള്ളതിൽ പകുതിയിൽ കൂടുതൽ ക്വസ്റ്റ്യനും നമുക്ക് അറിയില്ലായിരിക്കും. വ്യക്തമായി ഉത്തരം അറിയാവുന്ന വളരെ കുറച്ച് ചോദ്യങ്ങളെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ വളരെയധികം ഒരു 9 മിനിറ്റ് നമുക്ക് കിട്ടുന്ന ഒരു 9 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 8 മിനിറ്റിനുള്ളിൽ നമ്മളൊരു ചോദ്യം ഫ്രെയിം ചെയ്യണം, അതിലുള്ള പോയിന്റ്സ് റിക്കളക്ട് ചെയ്യണം, വളരെ സ്ട്രക്ചേർഡ് മാനറിൽ അതിനെ പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഒരു 7 മിനിറ്റിൽ വളരെ ഫാസ്റ്റ് തിങ്കിങ് പ്രോസസ്സ് വേണം അതിനൊക്കെ ആവശ്യമായിട്ട്. സോ അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യനെയും നമ്മളൊരു വളരെ ധൈര്യത്തോടു കൂടി നേരിടുക എന്നുള്ളതാണ് ഒരു ഉള്ളത് കൊണ്ട് ഓണം പോലെ. എന്തായാലും നമുക്ക് ഇത്രയല്ലേ അറിയുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് മാക്സിമം നമ്മൾ വളരെയധികം പേപ്പർ മുഴുവൻ നിറച്ച് നമ്മളെ കണ്ടന്റ് എൻറിച്ച്ഡ് ആക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യമായി എനിക്ക് തോന്നിയിരുന്നത്. പിന്നീട് ആൻസർ റൈറ്റിങ്ങിൽ പല ചോദ്യങ്ങൾക്കും എനിക്ക് വ്യക്തമായ ഒരു ഉത്തരം ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് നമ്മുടെ ഇൻട്രോ എങ്ങനെ വേണം, കോമൺ തീംസ് വരുന്ന ചോദ്യങ്ങളിലൊക്കെ ഇൻട്രോ എങ്ങനെ വേണം, ഉത്തരം അതായത് നമ്മുടെ ആൻസറിൽ വരുന്ന എൻഡിങ് കൺക്ലൂഷൻ എങ്ങനെ വേണം. അപ്പോൾ ഒരു പ്രീ ഡിഫൈൻഡ് ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും എനിക്കുണ്ടായിരുന്നു. പലപ്പോഴും ഫാക്റ്റ് വെച്ച് തുടങ്ങുകയും എന്തെങ്കിലും ഒരു വിഷനോടുകൂടി എൻഡ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിലായിരുന്നു ഞാനിങ്ങനെ എൻ്റെ ഉത്തരങ്ങളെ ഫ്രെയിം ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ ആ ഒരു ആൻസർ റൈറ്റിംഗ് പ്രോസസ്സ് എനിക്ക് വ്യക്തമായി പറയാൻ കഴിയും. ഞാൻ ആദ്യം എഴുതിയ ഉത്തരവും അവസാനം എഴുതിയ മെയിൻസ് ആൻസർ ഫുൾ ടെസ്റ്റിന് എഴുതിയ ഉത്തരവും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം തന്നെ ഉണ്ടായിരുന്നു ശരിക്കും. അപ്പോൾ അതിന് ഒരുപാട് ഇവിടുത്തെ എല്ലാ ടീച്ചേഴ്സും എസ്പെഷ്യലി ഒരു മഹേഷ് സാറിൻ്റെത് എത്തിക്സ് പേപ്പറിലാണ് ശരിക്കും പറയേണ്ടത്. അപ്പോൾ ആ സമയത്ത് മെയിൻസിൻ്റെ സമയത്ത് ഇവിടെ ഒരു ലാസ്റ്റ് ലാപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു 1 hour സെഷൻസ് ഉണ്ടായിരുന്നു ലാസ്റ്റ് ആ ഒരു മെയിൻസിൻ്റെ പീരീഡിൽ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്കത് ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു, എസ്പെഷ്യലി ഹിസ്റ്ററിക്കൊക്കെ. ഹിസ്റ്ററിയും ആർട്ട് ആൻഡ് കൾച്ചറും പൊതുവേ നമുക്കിങ്ങനെ കണ്ടന്റ് ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്നതല്ല. ശരിക്കും അതിന് കണ്ടന്റ് തന്നെ വേണം. അപ്പോൾ ആ സമയത്ത് വളരെ ഷോർട്ട് ടൈമിൽ വളരെ പ്രീ പാക്ഡ് ആയിട്ടുള്ള ഒരു കുറേ ഇൻഫർമേഷൻസ് ഒരുമിച്ച് നമുക്ക് കിട്ടുന്ന ഒരു ലാസ്റ്റ് ലാബ് സെഷൻ ഒരുപാട് ആൻസർ എഴുതാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ GS1 പേപ്പർ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പേപ്പർ കണ്ടപ്പോൾ ഓൾമോസ്റ്റ് അറിയുന്ന ചോദ്യങ്ങളൊക്കെ തന്നെയായിരുന്നു, പ്രിപ്പയർ ചെയ്ത് തന്നെയായിരുന്നു. അപ്പോൾ അത് ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു, GS1 എസ്പെഷ്യലി. അപ്പോൾ അതിലൊരുപാട് സന്തോഷമുണ്ട്. പിന്നെ മഹേഷ് സാറിൻ്റെ എത്തിക്സ്, ശരിക്കും പറഞ്ഞാൽ സാറിൻ്റെ എത്തിക്സ് ഡിസ്കഷനിൽ ആൻസർ റൈറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു പോയിന്റ്സ് എന്നതിനേക്കാൾ കൂടുതൽ ഞാനിരുന്നത് മോട്ടിവേറ്റഡ് ആവാൻ വേണ്ടിയിട്ടായിരുന്നു. ശരിക്കും നമ്മുടെ എൻലൈറ്റിൽ പറയുന്നത് പോലെ തന്നെ എൻലൈറ്റനിങ് മൈൻഡ്സ് എന്നാണല്ലോ ശരിക്കും. അപ്പോൾ ഒരു മനസ്സിനെ ഉദ്ദീപിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ വളരെ സ്ട്രെസ്ഫുള്ളായിട്ട് നമ്മൾ മൂവ് ചെയ്യുന്ന ഒരു സമയമായിരിക്കും. സോ ഈ ഒരു മെയിൻസിന് നമുക്ക് ഒരു 3 hours ഇത്രയും ഒരു 250 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ആൻസർ പേപ്പർ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. സോ അത് വളരെയധികം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഫുള്ളി മാനേജ് ചെയ്യണം. ആ സമയത്തൊക്കെ സാർ എപ്പോഴും പറയുമായിരുന്നു, അങ്ങ് കയറി പൊക്കോളും, പ്രശ്നമൊന്നും ഇല്ല, അങ്ങ് കയറി പൊക്കോളും, നമ്മൾ ഇത്രയൊക്കെ ചെയ്താൽ മതി, നമ്മളങ്ങ് കയറി പൊക്കോളും എന്ന് സാറിൻ്റെ അതേ ഒരു നാടൻ ശൈലിയിൽ സാർ അത് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ എൻ്റെ മൈൻഡ് ശരിക്കും എൻലൈറ്റൻഡ് ആയിരുന്നു മെയിൻസ് പ്രിപ്പറേഷനിലൊക്കെ തന്നെ. അടിപൊളി. എക്സാമിനെ പറ്റി നല്ലൊരു ധാരണയിൽ തന്നെയാണ് അശ്വതി അറ്റംപ്റ്റ് ഒക്കെ കൊടുത്തത്. ഓക്കെ, അടുത്ത പേഴ്സണാലിറ്റി ടെസ്റ്റ്, അതും ആദ്യത്തെ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആയിരുന്നു, പക്ഷെ അതും അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു, അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നൊക്കെ ഒന്ന് പറയുമോ? ശരിക്കും ഈ പേഴ്സണാലിറ്റി ടെസ്റ്റിൽ നമുക്ക് വേണ്ടത് ഒരു കോൺഫിഡൻസ് ആണ്. അപ്പം ഇവിടുന്ന് മഹേഷ് സാർ തുടക്കത്തിൽ പറയുമായിരുന്നു നമ്മുടെ പേഴ്സണാലിറ്റിയാണ് നമ്മൾ ശരിക്കും ചെക്ക് ചെയ്യുന്നത്. സോ നമ്മൾ പറയുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ എത്ര ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തു എന്നുള്ളതിലല്ല, അതിൻ്റെ ക്വാളിറ്റി ഓഫ് ആൻസർ അങ്ങനെയും അല്ല അവർ നോക്കുക. ശരിക്കും നമ്മൾ എങ്ങനെ അത് പ്രസൻറ്റ് ചെയ്യുന്നു, നമ്മൾ വളരെ കോൺഫിഡൻസോടുകൂടി നെർവസ് ഒന്നും ആകാതെ വളരെ കൂളായിട്ട് പ്രസൻറ്റ് ചെയ്യുക, അവരെ ഇംപ്രസ് ചെയ്യുക എന്നുള്ളതിലാണ് കാര്യം. അപ്പോൾ ഓൾറെഡി എനിക്കൊരു സ്റ്റേജ് ഫിയർ ഇഷ്യൂസ് എനിക്ക് പേഴ്സണലി ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെയും എൻ്റെ ലാംഗ്വേജിനെ കുറിച്ച് ഞാൻ ആദ്യമൊക്കെ വറീഡായിരുന്നു. കാരണം ഞാൻ മലയാളം മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ലാംഗ്വേജ് UPSCയുടെ ലാംഗ്വേജ്, അതായത് ആ ഒരു ഇൻ്റർവ്യൂ പരീക്ഷയ്ക്ക് കറക്റ്റായിട്ടുള്ളതാണോ, ഞാൻ കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്യണോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് സാറ് പറഞ്ഞു അതിനൊന്നും പ്രശ്നമില്ല, നമ്മൾ വളരെ സാധാരണമായിട്ടുള്ള ലാംഗ്വേജ് തന്നെയാണ്, നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലായാൽ മതി, കമ്മ്യൂണിക്കേറ്റഡ് ആയാൽ മതി എന്നൊരു കാര്യം സാറ് പറഞ്ഞിരുന്നു. അപ്പോൾ അത് വളരെയധികം കോൺഫിഡൻസ് തന്നു. പിന്നെ ഒരുപാട് മോക്ക് ഇൻ്റർവ്യൂസ് എടുത്തിരുന്നു ഇവിടെ തന്നെയും, അതായത് 1-to-1 സെഷൻ ആയിരുന്നു കൂടുതലും. അപ്പോൾ 1-to-1 സെഷനിൽ സാറിങ്ങനെ വളരെ റാൻഡമായിട്ട് ചോദിക്കുന്ന ഒരു രീതി ഇവിടെ നിന്ന് തന്നെ എനിക്കൊരു ട്രെയിനിങ് കിട്ടിയിരുന്നു. അപ്പോൾ അവിടെ ഇൻ്റർവ്യൂവിന് അവിടെ ഭരത് ഭൂഷൺ സാർ എന്ന് പറഞ്ഞ സാറിൻ്റെ ബോർഡായിരുന്നു എനിക്ക് കിട്ടിയത്.
അവിടെയും പ്രിപ്പയർ ചെയ്ത ചോദ്യങ്ങളൊന്നും ആയിരുന്നില്ല. ഞാൻ ഒരുപാട് മോക്സ് എടുത്തും ഒരുപാട് 1-to-1 സെഷൻസ് എടുത്തിരുന്നെങ്കിലും വളരെ കുറച്ച് ചോദ്യങ്ങളെ എനിക്ക് ഞാൻ അങ്ങനെ കേട്ടതായിട്ടും പ്രിപ്പയർ ചെയ്തിട്ടുള്ളതായിട്ടും കിട്ടിയിരുന്നുള്ളൂ. മോസ്റ്റ്ലി റാൻഡം ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അപ്പോൾ പക്ഷേ റാൻഡം ക്വസ്റ്റ്യൻസിൽ അപ്പോൾ സാർ ഒരു റാൻഡം ക്വസ്റ്റ്യൻ അവർ ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ സാറ് പറഞ്ഞതുണ്ടായിരുന്നു. കാരണം നമ്മൾ വളരെ കോൺഫിഡൻസോടുകൂടി അതിനെ ഫേസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞൊരു കാര്യം സാറ് പറഞ്ഞത് മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതോടുകൂടി ഓരോ തവണ ഐ ഡോണ്ട് നോ പറയുമ്പോഴും വളരെയധികം ചിരിച്ച് ഐ ഡോണ്ട് നോ സാർ എന്ന് പറഞ്ഞ് തന്നെയാണ് പോയത്. അപ്പോൾ ഒരു സ്ട്രെസ് ഇല്ലാതെ പ്രസൻറ്റ് ചെയ്തെന്ന് തോന്നുന്നു. പക്ഷേ മാർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ആ സമയത്ത് കറണ്ട് അഫയേഴ്സിൻ്റെ പ്രിപ്പറേഷനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതിന് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് എൻ്റെ മെൻറ്ററായിരുന്ന അനൂപ് സാറിൻ്റെ ഡിസ്കഷൻസ് ആയിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും രാത്രി ഞാനും സാറും തമ്മിൽ ഒരു 1 hour ഓൾമോസ്റ്റ് അന്നത്തെ ടോപ്പിക്സിനെ പറ്റി ഡിസ്കസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ഉള്ളൊരു ഞാനും, അതായത് സാറുമായിട്ട് ഡിസ്കഷൻ നടക്കുന്നതിന് മുന്നേ ഉള്ളൊരു ഞാനും ഓൾമോസ്റ്റ് ഒരു 3 years കഴിഞ്ഞിട്ടുള്ളൊരു ഞാനും തമ്മിൽ നോളജ് ലെവലിൽ വളരെയധികം വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ സാറ് വളരെ കുറെ കൂടി ആധികാരികമായിട്ടെല്ലാം സമീപിക്കുമ്പോൾ നമ്മളിപ്പോൾ ചിലപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂവിന് എപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു ഡിസ്കഷൻ മോഡ് നമുക്ക് നല്ലതായിരിക്കും എന്ന്. കാരണം നമ്മൾ ഒരു ചോദ്യത്തെ സമീപിക്കുന്നത് അത് നമ്മുടേതായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് കൊണ്ട് മാത്രമായിരിക്കും. അപ്പോൾ ഒരു കൗണ്ടർ പോയിന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരാളുടെയും കൂടി സജഷൻസ് എടുക്കുന്നതും അത് കേൾക്കുമ്പോൾ ആദ്യമൊക്കെ ശരിക്കും ഞാനിങ്ങനെ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിന് അല്ലാതെ സാറ് വേറെ എന്തെങ്കിലും പോയിന്റ് പറയുകയാണെങ്കിൽ അതങ്ങനെ അല്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ആർഗ്യുമെൻറ്റ് മോഡിലൊക്കെ ഞാൻ ആക്ച്വലി പോകുമായിരുന്നു. പക്ഷേ അത് പിന്നീട് അങ്ങനെ അപ്പം UPSC ഇൻ്റർവ്യൂവിന് അങ്ങനെ നമ്മളൊരു ആർഗ്യുമെൻറ്റ് മോഡിൽ പോകാൻ പാടില്ലല്ലോ. സോ അതിന് ഓൾറെഡി എനിക്കൊരു ട്രെയിനിങ് കിട്ടി. ഞാൻ തന്നെ അങ്ങനെ അജിറ്റേറ്റഡ് ആകാതെ വളരെ കാമായിട്ട് ഓരോ ക്വസ്റ്റിനെയും അവർ പറയുന്നതും കൂടി ഉൾക്കൊള്ളാൻ തയ്യാറാകുന്ന ഒരു രീതിയിലോട്ട് എത്തിയിരുന്നു. അപ്പോൾ അതിന് അനൂപ് സാറിനുമായിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ഡിസ്കഷൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അടിപൊളി. അശ്വതിയുടെ ഈ ഒരു ക്ലാരിറ്റിയും എല്ലാത്തിനെ പറ്റിയുള്ള ധാരണയൊക്കെ വളരെ നല്ലൊരു കാര്യമാണ്. അശ്വതി ഇതിപ്പോ 4 attempts എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതും അതിലെ ആദ്യത്തെ 3 attempts പ്രിലിംസിൽ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയ്ക്ക് എളുപ്പമായിരുന്നിരിക്കില്ല അത് ഫേസ് ചെയ്യുന്നതും. ഒരു കുറച്ച് സമയം എടുക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് എന്തെങ്കിലും ചലഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നോ? അതുപോലെ അശ്വതിയുടെ സപ്പോർട്ടിങ് സിസ്റ്റം അങ്ങനെയൊക്കെ എന്തൊക്കെയായിരുന്നു? ചലഞ്ചസ് ഓഫ് കോഴ്സ് എല്ലാവരെയും പോലെ തന്നെ എനിക്കും ചലഞ്ചസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു UPSCയിൽ ഇറങ്ങി തിരിക്കുന്നത് തന്നെ ഏറ്റവും വലിയൊരു ചലഞ്ചാണ്. നമ്മൾ എങ്ങനെ ഓൾറെഡി ജോലിയിൽ വർക്ക് ചെയ്യുന്നവരായാലും അല്ലെങ്കിൽ റിസൈൻ ചെയ്തിട്ട് വരുന്നവരായാലും. സോ ഫസ്റ്റ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ UPSC സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ ചലഞ്ച്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഓരോ അറ്റംപ്റ്റിലും നമ്മൾ ഫെയില്യൂർ ആകുമ്പോൾ നമ്മൾ സ്വാഭാവികമായും ഇച്ചിരി ഡൗൺ ആവും. പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാ ആസ്പിരൻസിനും ഈ ഒരു ഇഷ്യൂ ഉള്ളതാണ്. X or Y പ്രശ്നങ്ങൾ മാത്രമേ എല്ലാവർക്കും മാറുന്നുള്ളൂ. സോ ആ സമയത്ത് നമ്മൾ വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുക. പിന്നെ ആ സമയത്തൊക്കെ എനിക്ക് ദേഷ്യം വരുമ്പോഴൊക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രത്യേകിച്ചും പെൺകുട്ടി ആയതുകൊണ്ട് നമുക്ക് സൊസൈറ്റിയുടെ മേളിൽ നിന്ന് വരുന്ന പ്രഷർ നമുക്ക് കുറച്ചുകൂടി കൂടുതലായിരിക്കും. ആ സമയത്തൊക്കെ സൊസൈറ്റിയോടുള്ള ദേഷ്യമൊക്കെ ഞാനിങ്ങനെ എൻ്റെ കവിതകളായിട്ടൊക്കെ ആയിരുന്നു എക്സ്പ്രസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ കവിത എഴുതുന്ന എൻ്റെ ഒരു ഹോബിയാണ്. അപ്പോൾ അത് എഴുതി കഴിയുമ്പോൾ എനിക്കൊരു ഇച്ചിരി ആശ്വാസം കിട്ടും. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ആ ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റിൽ എൻ്റെ ഹോബീസ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ പറയുന്ന പോലെ ഒരു സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമ്മുടെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും ഒക്കെ തന്നെയായിരിക്കും. അപ്പോൾ അതിലവർ ഒരുപാട്, പിന്നെ എൻ്റെ ടീച്ചേഴ്സ്, അവരുടെയൊക്കെ ആഗ്രഹമായിരുന്നു ഞാനൊരു സിവിൽ സർവൻ്റ് ആവുക എന്നുള്ളത്. അപ്പോൾ ടീച്ചേഴ്സൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കുട്ടിക്കാലം മുതലേ ഉള്ള ടീച്ചേഴ്സ് എല്ലാവരും തന്നെയും വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. സോ ഇങ്ങനെയാണ്. പിന്നെ ഫാമിലിയിൽ നിന്നുള്ള അനിയനും ഒരുപാട് എന്നെ മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു പ്രോസസ്സിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ വളരെ ഒരു പെർസെവറൻസോട് കൂടി മുന്നോട്ട് പോകാൻ അനിയനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഈ അടുത്ത വരുന്ന ദിവസം 2021 UPSC സിവിൽ സർവീസ് പരീക്ഷ നടക്കാൻ പോവാണ്, പ്രിലിമിനറി. അപ്പോൾ ആ പരീക്ഷ എഴുതുന്ന UPSC ആസ്പിറൻസിനോട് എന്താണ് അശ്വതിക്ക് പറയാനുള്ളത്? ശരിക്കും ഞാൻ ഈ മൂന്ന് അറ്റംപ്റ്റിലും എനിക്ക് പ്രിലിംസ്, എന്നെ സംബന്ധിച്ചിടത്തോളം പ്രിലിംസ് ആയിരുന്നു എനിക്ക് ക്രാക്ക് ചെയ്യാൻ പാടായി വന്ന ഒരു ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ അറ്റംപ്റ്റ് ഞാൻ വളരെ ഒരു ട്രയൽ എടുക്കുന്നത് പോലെ എഴുതിയതാണ്. സോ ഞാൻ വളരെ സീരിയസ് അറ്റംപ്റ്റ് ആയിരുന്നില്ല. പക്ഷേ സെക്കൻഡ് അറ്റംപ്റ്റ് മുതൽ ഞാൻ പഠിച്ചിട്ടാണ് എഴുതിയത്. അപ്പോൾ സെക്കൻഡ് അറ്റംപ്റ്റിൽ ഞാൻ ഒരുപാട് പഠിച്ചു എന്ന് പറഞ്ഞാൽ, പക്ഷേ ആ പഠിച്ചതൊന്നും UPSCയുടെ ഡിമാൻഡിന് ആവശ്യമുള്ളതായിരുന്നില്ല.
സോ പിന്നെ പ്ലസ് ഒരുപാട് ടെൻഷനും ഉണ്ടായിരുന്നു ആ സമയത്ത്. സോ നമുക്ക് ആ ഒരു പീസ്ഫുൾ മൈൻഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്ക് എത്തില്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിലെ അതായത് സെക്കൻഡ് പഠിച്ചിട്ട് എഴുതിയ ആദ്യത്തെ അറ്റംപ്റ്റിലെ ഇഷ്യൂ എന്ന് പറയുന്നത് അതായിരുന്നു. ദെൻ എൻ്റെ തേർഡ് അറ്റംപ്റ്റിൽ ഞാൻ ഓൾമോസ്റ്റ് കട്ട് ഓഫിൽ നിന്ന് ഒരു 1 മാർക്ക് അകലെയായിരുന്നു. സോ അതേസമയം ആ വർഷം ഞാൻ CSAT ക്വാളിഫൈ ആയിട്ടുണ്ടായിരുന്നില്ല. സോ അപ്പോൾ CSAT ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ ജേണിയിൽ. കാരണം ഇപ്പോൾ കഴിഞ്ഞൊരു 3-4 വർഷങ്ങളായിട്ട് CSAT ആ ഒരു ടഫ്നെസ്, ആ ഒരു ബുദ്ധിമുട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ CSAT വളരെയധികം ഫോക്കസ് ചെയ്യണം, നിങ്ങൾ ഇൻ കേസ് ഒരു വീക്കാണ് ആ ഏരിയയിൽ നിന്ന് തോന്നുകയാണെങ്കിൽ. പിന്നെ തേർഡ് ഫേസിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യാൻ തുടങ്ങിയത്. അതുവരെ കൂടുതൽ പഠിക്കുന്നതിലായിരുന്നു ശ്രദ്ധ. പക്ഷേ ഫോർത്ത് അറ്റംപ്റ്റിൽ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുന്നതിലും ഞാൻ തന്നെ എനിക്ക് കഴിയുന്ന രീതിയിൽ ഓരോ സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ ഒരു ആൻസറിനെ സമീപിക്കണം പ്രിലിംസിൽ. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് തെറ്റുന്ന കുറച്ച് ചോദ്യങ്ങൾക്ക് ഒരു കോമൺ എലമെൻ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കോമൺ എലമെൻറ്റ് ഞാൻ തന്നെ കണ്ടുപിടിച്ചു. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ കണ്ടുപിടിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു കോമൺ, അത് എല്ലാവർക്കും കോമൺ ആയിരിക്കില്ല. അപ്പോൾ നമ്മുടേതായിട്ടുള്ളൊരു സ്ട്രാറ്റജി പ്രിലിംസിൻ്റേത് എങ്ങനെയാണ് ശരിയാക്കേണ്ടത് എന്നുള്ളത്, നിങ്ങൾക്ക് തെറ്റുന്ന ക്വസ്റ്റ്യൻസിൽ നിന്ന് നിങ്ങളൊരു കോമൺ സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കുക. പിന്നെ എല്ലാവരോടുമായിട്ട് പറയാനുള്ളത്, ഇതിന് ഹാർഡ് വർക്കും പിന്നെ വളരെയധികം ക്ഷമയും അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ക്ഷമ എനിക്ക് വളരെ കുറവായിരുന്നു. അപ്പോൾ ഈ ഒരു 4 years ഓഫ് ജേർണിയിൽ ഞാൻ കുറച്ചൊക്കെ ഒന്ന് പാകപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരു ക്ഷമ വളരെ അത്യാവശ്യമാണ്, ഹാർഡ് വർക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ആത്മവിശ്വാസം, അതിനേക്കാളേറെ ആത്മവിശ്വാസവും അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ ഡ്രീം എന്തായാലും അതിനെ പാതി വഴിയിൽ ഉപേക്ഷിക്കാതെ കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അടിപൊളി. അശ്വതിയുടെ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത് അശ്വതിക്ക് കറക്റ്റ് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാം. അശ്വതിയുടെ പ്രോഗ്രസ് കറക്റ്റ് ട്രാക്ക് ചെയ്യാൻ അശ്വതിക്ക് കഴിയുന്നുണ്ട്, വിച്ച് ഇസ് വെരി ഗുഡ്. ഓക്കെ, അശ്വതിയുടെ ഇത്തവണത്തെ റാങ്ക് 481 ആണ്. അശ്വതി അത് ഇംപ്രൂവ് ചെയ്യാൻ നോക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഞാൻ ഇപ്പോൾ ചെയ്ത ഹാർഡ് വർക്കിന് അല്ലെങ്കിൽ ആ ഒരു 4 years ഓഫ് ജേർണിക്ക് മാത്രമേ എനിക്കൊരു റെക്കഗ്നിഷൻ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ. എൻ്റെ ഡ്രീം ഇപ്പോഴും അവിടെ തന്നെ കിടക്കുവാണ്, ഞാൻ പാതി വഴിയിൽ എത്തിയിട്ടുള്ളൂ. സോ അപ്പോൾ അതിലോട്ടുള്ള ദൂരം ഇനിയും കുറച്ച് കൂടുതലാണ്. സോ ഒരു 1 year അല്ലെങ്കിൽ ഒരു 2 year ഇനിയും അതിന് വേണ്ടി വരും. സോ എന്തായാലും അടുത്ത അറ്റംപ്റ്റ് എടുക്കുന്നുണ്ട്. ഉറപ്പായിട്ടും IAS ആണ് ഡ്രീം. സോ അത് അച്ചീവ് ചെയ്യുന്നത് വരെ എക്സാം എഴുതണം എന്നാണ് ആഗ്രഹം. ഓക്കെ, ആ ഡ്രീം എന്തായാലും എത്തട്ടെ. ഇറ്റ് വാസ് സോ മോട്ടിവേറ്റിംഗ് ടു ടോക്ക് ടു യു, ആൻഡ് താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു.